അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഇന്ന് വലിയൊരു ദുഃഖകരമായ വാർത്തയാണ് ചേലക്കരയിൽ ഉണ്ടായത്. ചെറുതുരുത്തിയിലെ ഉള്ള ഒരു കുടുംബം സാരാ ബേക്കറി നടത്തുന്ന കബീർ എന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒപ്പം സഹോദരിയുടെ മകനും അടക്കം മറ്റു കുടുംബാംഗങ്ങളും അടക്കം ചെറുതുരുത്തിയിൽ പുഴ കാണാൻ വേണ്ടി പോയപ്പോൾ മനസ്സിലായത് അവർ വെള്ളത്തിലിറങ്ങിയപ്പോൾ ഒരാളെ രക്ഷിക്കാൻ മറ്റാളെ രക്ഷിക്കാൻ അങ്ങനെ ഒരു അപകടം. 4 പേര് പുഴയിൽ ഒഴുക്കിൽ പെട്ടുപോയി. പെട്ടുപോയവരെ ഇപ്പോൾ ഓരോരുത്തരായി കണ്ടെത്തി 4 പേരെയും ജീവോദയിൽ എത്തിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ സ്ഥലത്തില്ല, നാളെ നിയമസഭ ആയതുകൊണ്ട് യാത്രക്കിടയ്ക്കാണ് ഇത് മനസ്സിലായ ഉടൻ തന്നെ ജില്ലാ കളക്ടറെയും DYSP എല്ലാം വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ വേണ്ട സൗകര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സ്കൂബ ഡ്രൈവ് ആളുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് സംഘം എല്ലാം അവിടെ ക്യാമ്പ് ചെയ്ത് തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് കളക്ടർ തന്നെ വിളിച്ച് ഉറപ്പുവരുത്തി 4 പേരെയും കിട്ടി. അപ്പോൾ തന്നെ ഇന്ന് തന്നെ അവരുടെ ഇൻക്വസ്റ്റ് നടത്തി കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവർക്ക് നാളെ ഈ നടപടിക്രമങ്ങളെ കഴിച്ച് ചെയ്യാൻ പ്രയാസമാകും. അതുകൊണ്ട് ഇന്ന് ഇൻക്വസ്റ്റ് നടത്തി വെച്ചാൽ നമുക്ക് നാളെ കാലത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി 4 പേരുടെയും മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ കളക്ടർ മങ്ങി അത് സമ്മതിച്ച് DYSPയും അതിൻ്റെ ഒരുക്കം വേഗം ചെയ്യാമെന്ന് പറഞ്ഞ് DYSPയും തിരിച്ചു വിളിക്കുകയുണ്ടായി. എന്തായാലും അവിടെ ഗ്രാമപഞ്ചായത്തിനോട് അതിന് വെളിച്ചും സൗകര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരും അവിടെ സജീവമായി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികളെല്ലാം അവിടെ ഉണ്ട്. എന്തായാലും ഇന്നത്തെ നടപടിക്രമം കഴിച്ചാൽ നാളെ കാലത്ത് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്നാണ്. എന്തായാലും ഈ കുടുംബത്തിന് പകരം വയ്ക്കാൻ പറ്റാത്ത ഒരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ദുഃഖത്തിൽ ചേലക്കരയുടെ MLA നിലയ്ക്ക് ഞാൻ ദുഃഖം രേഖപ്പെടുത്തുകയാണ്.